ലെജൻസ് നമ്മുടെ ചെയ്താൽ നെക്സ്റ്റ് വീഡിയോ ആണ്. ഫസ്റ്റ് വൺ വരുന്നത് ഇതാട്ടോ. ഇത് ഖാദി സിൽക്ക് ആണ് ഫാബ്രിക് വരുന്നത്. അപ്പോൾ ഇത് ഡെയിലിക്ക് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് എപ്പോഴും വരാറുള്ളൊരു മോഡലാണ്. ഇപ്പോൾ കുറച്ച് നാൾ കൂടി ഞാൻ കൊണ്ടുവരുന്ന കുറേ കളേഴ്സും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട്. നിങ്ങൾക്ക് ഏതാന്ന് വെച്ചാൽ ഇഷ്ടപ്പെട്ട് നോക്കി എടുത്താൽ മതി. ഇതിൻ്റെ അകത്ത് കോൺട്രാസ്റ്റ് ആയിട്ടാണ് ഡിസൈൻ പോയിരിക്കുന്നത്. നമുക്ക് മെയിൻ കളർ ഇതിൻ്റെ വന്നിരിക്കുന്നത് ഒരു ലൈറ്റ് ഓറഞ്ച് കളറാണ്. ഇപ്പം അതിൻ്റെ കോമ്പിനേഷൻ ഒരു ഗ്രേ ടോൺ. നോർമൽ വരുന്ന കളറിനേക്കാളും കുറച്ച് വേരിയേഷൻ നിങ്ങൾ ഇതിനകത്ത് കാണുമ്പോൾ ചെറിയൊരു വേരിയേഷൻ വരും. കാരണം ത്രെഡ് വീവ് ചെയ്തേക്കുന്നത് മിക്സഡ് കളറിലാണ്. കറക്റ്റായിട്ട് നമുക്കൊരു കളർ പറയാൻ പറ്റില്ല. ഗ്രേയുടെ കൂടെ ഇടയ്ക്ക് എവിടെ ഒരു ചെറിയ ഗ്രീൻ ഒരു കളറൂടെ ഇടയ്ക്ക് വീവിങ്ങിൽ പോകുന്നുണ്ട്. നേരിട്ട് കാണാൻ കുറച്ച് ഭംഗി തന്നെയാണ് കേട്ടോ. ഇതിൻ്റെ അകത്ത് കാണുന്നേക്കാൾ കുറച്ചുകൂടെ നല്ലതായിരിക്കും. എല്ലാത്തിലും ബാറ്റിക്കിൻ്റെ പ്രിൻ്റാണ് ചെയ്തേക്കുന്നത്. ബോട്ടത്തിനുണ്ട്, ദുപ്പട്ടയ്ക്കകത്തുണ്ട്, ടോപ്പ് പ്ലെയിൻ ആയിട്ടാണ് വരുന്നത്. അപ്പോൾ ഇതാണ് ടോപ്പിൻ്റെ ഡിസൈൻ വരുന്നത്. അടിപൊളിയായിട്ടുള്ളൊരു ഐറ്റം ആട്ടോ. ഞാൻ പറഞ്ഞില്ലേ, കോമൺ ആയിട്ട് എപ്പോഴും ഓടാറുള്ളൊരു ഐറ്റം, ഡെയിലി യൂസിന് വേണ്ടിയിട്ട് ഒത്തിരി പേര് എടുക്കുന്ന ഒരു പ്രൊഡക്റ്റാണ്. ഇതിൻ്റെ കളർ ചേഞ്ചസ് വരാറുണ്ട് എപ്പോഴും. ഇതിൻ്റെ നമ്പർ വരുന്നത് T110, റേറ്റ് 960 960. നമുക്ക് അടുത്ത ഷെയ്ഡ് വരുന്നത് ഒരു ഗ്രേ ആൻഡ് പിങ്കിന്റെ കോമ്പിനേഷൻ ആട്ടോ. ഡാർക്ക് പിങ്ക്, ഡീപ് പിങ്ക് എന്നൊക്കെ പറയുന്ന ഒരു ഷെയ്ഡ്. ഇതിന്റെ പ്രിന്റ് നോക്കിയാൽ മതി. പ്രിന്റ് ആ ഒരു സെയിം തന്നെയായിരിക്കും നമുക്ക് ദുപ്പട്ടയിലും കൊടുത്തേക്കുന്നത്. ഡബിൾ ഷെയ്ഡിലാണ് ദുപ്പട്ട കൊടുത്തേക്കുന്നത് കേട്ടോ. മൊത്തത്തിൽ കാണാൻ നല്ല രസമാണ്. ഇത് നിങ്ങൾക്ക് ഈ ഒരു ബോട്ടത്തിന്റെ പീസ് വെച്ചിട്ട് ചെറിയ യോ പോർഷൻ ആക്കിയൊക്കെ തയ്ച്ചാലും നല്ലതായിരിക്കും കേട്ടോ. കാരണം ആ ഒരു ടോപ്പ് പ്ലെയിൻ ആയിട്ട് വരുന്നതുകൊണ്ടേ ചെറിയ എന്തെങ്കിലും ഡിസൈൻ ഇത് വെച്ചിട്ട് ചെയ്താലും നല്ല ഭംഗിയായിരിക്കും. ഫുൾ വീഡിങ്ങിന് വരും കേട്ടോ. ഇതിന്റെ നമ്പർ വരുന്നത് T106, റേറ്റ് 960. നമുക്ക് അടുത്ത ഷെയ്ഡ് വരുന്നത് ഒരു ഡാർക്കർ ഒനിയൻ പിങ്ക് ഷെയ്ഡും ഗ്രീൻ്റെ ഒരു ടോൺ ആട്ടോ. ഭയങ്കര ഗ്രീൻ അല്ല, ലൈറ്റ് ഒരു ഗ്രീൻ ഷെയ്ഡ്. നല്ല കോമ്പിനേഷൻസ് ആണ്. അപ്പോൾ കുറേ ഷെയ്ഡ്സ് ഉണ്ട് ഞാൻ പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ പെട്ടെന്ന് കാണിച്ചത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടത് സ്ക്രീൻഷോട്ട് എടുത്ത് തന്നാൽ മതി. സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു ബാർകോഡ് കറക്റ്റായിട്ട് കിട്ടുന്നത്, ഫുള്ളായിട്ട് കിട്ടുന്ന രീതിയിൽ വേണം. ഒരു വോളിയത്തിൻ്റെ ഇതോ അതൊന്നും ഇല്ലാതെ, അതിനൊരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ ആ ബാർകോഡ് ക്ലിയർ ആയിട്ട് കിട്ടണം. അത് കറക്റ്റായിട്ട് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി ഓട്ടോമാറ്റിക് ആയതുകൊണ്ടാണ് അത് കറക്റ്റ് കാണുന്ന രീതിയിൽ തന്നെ സ്ക്രീൻഷോട്ട് എടുക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ നെക്സ്റ്റ് കളർ വരുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്പർ T102, റേറ്റ് 960. നെക്സ്റ്റ് വരുന്നത് ഭയങ്കര കോൺട്രാസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല. ഗ്രേഡ് തന്നെ ലൈറ്റും ഡാർക്കും ആയിട്ടുള്ള കോമ്പിനേഷനാണ്. പക്ഷെ ഒരു സ്റ്റാൻഡേർഡ് ലുക്ക് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഏകദേശം ഫുൾ വീല് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് T109, റേറ്റ് സെയിം തന്നെ. അടുത്ത ഷെയ്ഡ് വരുന്നത് ഒരു ഗ്രീൻ ആൻഡ് ഒരു ലൈറ്റ് ഓണിയൻ പിങ്കിന്റെ കോമ്പിനേഷൻ ആണ്. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നുപോയി, ഇതിൻ്റെ അത് കളറിന് ചെറിയ വേരിയേഷൻ കാണും കേട്ടോ. നിങ്ങൾ ഓരോരുത്തരുടെ ഫോണിന്റെ സെറ്റിംഗ്സിനനുസരിച്ച് ചെറിയ വേരിയേഷൻ വരും. ഭയങ്കര ബ്രൈറ്റർ ആയിട്ടുള്ള കോമ്പിനേഷൻസ് അല്ല. കാരണം ഞാൻ പറഞ്ഞില്ലേ, വീവിങ് കൊടുത്തേക്കുന്ന ഒരു എല്ലാത്തിലും ചെറിയൊരു യെല്ലോ ഗ്രീൻ മിക്സ് ആയിട്ടുള്ള ഒരു വീവിങ് പാറ്റേണോട് വരുന്നതുകൊണ്ട് കുറച്ച് ലൈറ്റ് ആയിരിക്കും. നമുക്ക് ഇതിൻ്റെ അകത്ത് കാണുന്നതിനേക്കാളും കുറച്ചുകൂടെ ലൈറ്റ് ആയിട്ട് ഫീൽ ചെയ്യും. നമ്മളങ്ങനെ ഫോട്ടോ അല്ലെങ്കിൽ വീഡിയോ എടുക്കുമ്പോഴത്തേനും അതിനകത്ത് കുറച്ചൊരു ബ്രൈറ്റ്നസ് കൂടുതൽ കാണിക്കുന്നേ ഉള്ളൂ. ഭയങ്കര ഓവർ ബ്രൈറ്റ് അല്ല. എനിക്കൊന്ന് മിക്കവർക്കും തന്നെ കാണും ഈ ഒരു ടൈപ്പ് പാറ്റേൺ. അത് അറിയാത്തവർക്ക് വേണ്ടി ഒന്നും പറഞ്ഞെന്നുള്ളൂ കേട്ടോ. ഭയങ്കര ബ്രൈറ്റർ ടോണിലായിരിക്കത്തില്ല, കുറച്ചൊരു ഡസ്റ്റി ടൈപ്പ് ടോണിലെല്ലാം വരുന്നത്. അപ്പോൾ അത് ആ ഒരു വീവിങ് പാറ്റേണിന്റെ ഡിഫറൻസ് ആട്ടോ. അത് ഭയങ്കര ലുക്ക് തന്നെയാണ്. പെട്ടെന്ന് നമ്മൾ ഇതിൻ്റെ അകത്ത് കാണുന്ന കളറോട് ചെറിയ വേരിയേഷൻ വരുമ്പോൾ നിങ്ങൾക്ക് ഒരു കൺഫ്യൂഷൻ പറഞ്ഞിട്ടില്ലെന്ന് ഓർത്ത് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ചെറുതായിട്ട് ഇച്ചിരി ലൈറ്റ് ആയിരിക്കും എന്നുള്ളത് കണക്കൂട്ടിയാൽ മതി. നല്ല ഭംഗിയുള്ള ഐറ്റംസ് ആട്ടോ. ഈ കളറൊക്കെ കാണാൻ നല്ല രസമില്ലേ. ഇതിന്റെ നമ്പർ വരുന്നത് T103, റേറ്റ് 960. അടുത്ത ഷെയ്ഡ് വരുന്നത് ഒരു പിങ്കിന്റെ ഷെയ്ഡാട്ടോ. ഒത്തിരി ഭയങ്കര കളറായിട്ടുള്ള പിങ്ക് അല്ല, എന്നാൽ ലൈറ്റ് പിങ്ക് എന്ന് പറയാൻ പറ്റില്ല, പീച്ച് കൂട്ടുള്ള ഒരു ഷെയ്ഡില്ല, ആ ഒരു ടൈപ്പ് കളറാട്ടോ. അപ്പോൾ അതിൻ്റെ കോമ്പിനേഷൻ വരുന്ന ഒരു ഡസ്റ്റി ഗ്രേ എന്നൊക്കെ പറയാവുന്ന ഒരു ഷെയ്ഡ്. നല്ല കളർ കോമ്പിനേഷനാണ്. ഞാൻ പറഞ്ഞില്ലേ, ഒത്തിരി കളർഫുള്ളായിട്ട് വിചാരിക്കരുത്, ലൈറ്റ് ഷെയ്ഡ്സ് ആണല്ല. ഇതാണ് ബോട്ടം വരുന്നത്. ബോട്ടത്തിനും പ്രിന്റ് വരുന്നുണ്ട്. മെറ്റീരിയൽ സെയിം തന്നെ കേട്ടോ. ടോപ്പ് ബോട്ടം ദുപ്പട്ട എല്ലാം സെയിം ഫാബ്രിക് ആണ്. ബാഗൽപൂർ സിൽക്കിന്റെ മെറ്റീരിയൽ കേട്ടോ. നമ്പർ വരുന്നത് T105, റേറ്റ് 960. അടുത്ത് വരുന്നത് ഒരു ഡസ്റ്റി ബ്രൗൺ ആൻഡ് ഡസ്റ്റി ഗ്രീൻ്റെ കോമ്പിനേഷനാണ്. കളർ കോമ്പിനേഷൻ നല്ല എടുപ്പാട്ടോ. അങ്ങനെ കളർഫുൾ ആയിട്ടല്ല ഞാൻ ഉദ്ദേശിച്ചത്. ഒരു സ്റ്റാൻഡേർഡ് കോമ്പിനേഷനാണ്. ഭയങ്കര ഒത്തിരി ഓവർ കളർ ഇല്ലാതെ, പക്ഷെ തയ്ച്ചിട്ട് കഴിഞ്ഞാൽ ഒരു ലുക്ക് കിട്ടുന്ന ഒരു ഐറ്റം കേട്ടോ. കളറിന് ഞാൻ എടുത്തെടുത്ത് പറയുന്നത് വീഡിയോക്കകത്ത് കുറച്ചൊരു ഡാർക്ക് ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ടാട്ടോ ഞാൻ പറയുന്നത്. ഒത്തിരി അങ്ങ് ഭയങ്കര ബ്രൈറ്റർ അല്ല, പക്ഷേ നല്ല സ്റ്റാൻഡേർഡ് പീസസ് ആണ്. ഇതിന്റെ നമ്പർ T104, റേറ്റ് 960. നെക്സ്റ്റ് വരുന്നത് ഒരു ഡാർക്കർ മസ്റ്റാർഡ് യെല്ലോ ആൻഡ് ഒരു ബ്ലൂയിഷ് ആഷ് എന്ന് പറയാം. ബ്ലൂയിഷ് ആഷ് കോമ്പിനേഷനാണ്. ഭയങ്കര ബ്ലൂ അല്ല, ആഷ് കൂടിയിട്ടുള്ള ബ്ലൂ കളർ. നല്ല രസമുള്ള കോമ്പിനേഷനാട്ടോ ഇതും. പ്രത്യേകിച്ച് ആ യെല്ലോ കാണുമ്പോൾ എനിക്ക് ഒരു പ്രത്യേകത കൂടുതലാണ്. യെല്ലോ എല്ലാം ഭയങ്കര ഇഷ്ടമാട്ടോ എനിക്ക്. അപ്പോൾ ഇത് അങ്ങനെ ഒരു കോമ്പിനേഷൻ വെച്ച് നോക്കുമ്പോഴും കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇതിന്റെ നമ്പർ T101, റേറ്റ് സെയിം തന്നെയാണ്. നെക്സ്റ്റ് വരുന്നത് ഒരു ഗ്രീൻ കളറാട്ടോ ടോപ്പിന് വരുന്നത്. അതിൻ്റെ കോമ്പിനേഷൻ ലൈറ്റ് ഒരു ലാവണ്ടറിന്റെ തന്നെ ലൈറ്റ് കളർ, ഗ്രേ കൂടിയിട്ടുള്ള ലാവണ്ടർ എന്ന് വേണമെങ്കിൽ പറയാം. ഇതിൽ ഇച്ചിരി നമുക്ക് ആ ഒരു ലാവണ്ടർ ടോൺ കാണാൻ പറ്റും. ഇതിൽ അത്രയും കാണത്തില്ല കേട്ടോ, ഇച്ചിരി ലൈറ്റ് ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. കളർ കോമ്പിനേഷൻ ആയിട്ട് വരുമ്പോൾ നല്ല രസമുണ്ട്. അപ്പോൾ ഇത് ടോപ്പിൽ ഇതായത് കണ്ടില്ലേ, ഈ ഒരു ഡിസൈൻ പോലെ അതിലുള്ളതാട്ടോ. നമുക്കൊരു ഡൈയിങ്ങിൽ വരുന്ന ആ ഒരു ഇതാണ്. ഒരു ചെറിയ ഡിസൈൻഡ് ആയിട്ടുള്ളൊരു പാറ്റേണിലാണ് പോയിരിക്കുന്നത്. ടൈ ആൻഡ് ഡൈ ഒക്കെ ചെയ്യുന്ന ആ ഒരു രീതിയിലുള്ള ഡിസൈനാണ് പോയിരിക്കുന്നത്. പ്ലെയിൻ അല്ല, ബാക്കിയെല്ലാം തന്നെ പ്ലെയിൻ ആയിരുന്നു. അപ്പോൾ ഇതിൽ ചെറിയൊരു ഡിസൈനും കൂടെ ഉണ്ട് കേട്ടോ.
ഫുൾ ബീഡിങ്ങിന് വരും. അത്യാവശ്യം നല്ല ലെങ്തി ആയിട്ടുള്ള ദുപ്പട്ടയാണ്. ഇതിൻ്റെ നമ്പർ വരുന്നത് T107, റേറ്റ് 960. ലാസ്റ്റ് കളർ വരുന്നത് ഒരു ലാവണ്ടറിൻ്റെ തന്നെ ഡാർക്കർ ടോൺ ആണ് ടോപ്പിന് വരുന്നത്. ഡാർക്കർ നോർമൽ ലാവണ്ടർ അല്ല കേട്ടോ, അത് ഞാൻ പറഞ്ഞില്ലേ ഒരു വീവിങ് പാറ്റേൺ ഡിഫറൻസ് ആയതുകൊണ്ട് ഒരു ഡസ്റ്റി ടൈപ്പ് കളറിലാണ് അത് കിട്ടുക. ഇതിൻ്റെ കോമ്പിനേഷൻ നല്ലതാണ്, ഒരു യെല്ലോ ടൈപ്പ് ഒരു കോമ്പിനേഷൻ, നല്ല ലുക്കുള്ള ഐറ്റം കേട്ടോ. ഇത് നിങ്ങൾ നിങ്ങളുടേതായ ഐഡിയക്ക് അനുസരിച്ച് ചെറിയ മാറ്റങ്ങളൊക്കെ വരുത്തി തയ്ച്ചെടുത്ത് കഴിഞ്ഞാൽ ഭയങ്കര ഗ്രാൻഡ് ലുക്കായിട്ട് മാറും. ഒരു ചെറിയ ബട്ടൺ ഡിസൈൻ സെൻറ്ററിൽ കൊടുക്കുകയോ അല്ലെങ്കിൽ ചെറിയ പൈപ്പിംഗ് പാറ്റേൺ ഒക്കെ കൊടുത്തിട്ട് കുറച്ച് വെറൈറ്റി ആയിട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നല്ല ബ്യൂട്ടിഫുൾ ആകും കേട്ടോ. കുറച്ചുകൂടെ ഒരു നമുക്ക് പ്ലെയിൻ മെറ്റീരിയൽ കിട്ടിക്കഴിഞ്ഞാൽ അതിൽ എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു മെറ്റീരിയലിന് സാധാരണ കാണുന്നതിനേക്കാളും ഭയങ്കര എടുപ്പ് കൂടുതൽ കിട്ടും. അത് നിങ്ങളുടെ ഐഡിയക്ക് അനുസരിച്ച് നിങ്ങൾ ചെയ്താൽ മതി. ഇതിൻ്റെ കോമ്പിനേഷൻ ഇതാ കേട്ടോ. ഇതിൻ്റെ നമ്പർ വരുന്നത് T108, റേറ്റ് 960 മാത്രമേ ഉള്ളൂ, 960.